அங்க இருந்து ஆரம்பிச்ச சண்டை இப்பவும் முடியல. சண்டை சண்டை இல்ல, சண்டை சண்டை. ഇവങ്ക രണ്ടുപേരും தான். നിങ്ങൾ മൂന്നുപേരും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് അവിടെ ഫിനിഷിംഗ് നടക്കല്ലേ? എന്തോന്ന് കനകം ഇത്? அங்க நிக்கவே முடியல அண்ணா, சண்டை போட்டுட்டு. ഞാനല്ല ഇങ്ങനെയാണ്. കനാന്റെ ഹായ് കേസു. എന്തൊക്കെ വിശേഷം? സുഖമായിട്ടിരിക്കണ? நல்லா இருக்கேன்ப்பா. വിശേഷം ചോദിക്കാൻ പറ്റിയ സമയം. എന്താണ് പ്രശ്നം? ഇങ്ങനെ പോണോന്ന്. എന്തോന്നാണ് കുഞ്ഞിക്ക? ഹോട്ടൽ തുടങ്ങിയില്ല, അതിനുമ്പേ പോണെന്ന് പറഞ്ഞാലാ? കനകാന്റി എന്തൊക്കെയുണ്ട്? ലച്ചു நல்லா இருக்கியாப்பியா? സുഖം. என்ன ஹோட்டல் பக்கம் ஒன்றும் வரவே இல்ல? നിങ്ങൾ വിശേഷം ഒന്നും ചോദിച്ചോണ്ടിരിക്കാതെ കാര്യം പറയാൻ. കേളുങ്ക. എന്തോന്ന് കുഞ്ഞിക്ക? ഞാനല്ല വരണ്ട്. ഇതെല്ലാടെ കൂട്ടി കൊണ്ട് പറഞ്ഞു കൊടുക്കണോ? சின்னண்ணா இதை பாருங்களேன், அங்கேயே சண்டை, வர வழியிலே சண்டை, எல்லா இடத்துலயும் சண்டை. എന്തോന്ന് കുഞ്ഞിക്ക? നിങ്ങൾ പറയുന്ന ശമ്പളം മുഴുവൻ തരയല്ലേ? കുഞ്ഞിക്കല്ല ചങ്ങായ, കുഞ്ഞാക്ക. ഇപ്പൊ അതാണ് വലിയ കാര്യം. എന്റെ പൊന്ന് കുഞ്ഞാക്ക, നിങ്ങളുടെ പ്രശ്നം എന്തെന്ന് പറയാതെ. ഇരിക്ക് പോണോ? അല്ല, ഇതിപ്പോ എന്തായാലും ഇത്ര ആയില്ല. എന്തായാലും നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ കട നമുക്ക് അങ്ങ് തുടങ്ങാം. അങ്ങനെ തുടങ്ങാറൊരു കാര്യം, നിങ്ങളൊരു ഡേറ്റ് കാണണോ? ഇന്ന മലപ്പുറത്തുനിന്ന് കോഴിക്കോടുന്നൊക്കെ ബിരിയാണി വെക്കാൻ വിളിക്കണ്ടേ കല്യാണ പരിപാടി? പിന്നെ ഇയാളില്ലെങ്കിൽ മലപ്പുറത്തും കോഴിക്കോടും ബിരിയാണി വെക്കൂല ആരും. പോവെത്തള്ള എന്റെ പൊന്നാര മുത്തുമണിയാളെ, ഈ അവലക്ഷണം പിടിച്ച ചങ്ങാനും ഒഴിവാക്കി തരും നിങ്ങളത്. എന്നാ തന്നെ പകുതി പരിപാടി തീരും. അവലക്ഷണം പിടിച്ചാൽ തന്റെ പറഞ്ഞു വിടുകയാളാ. എന്താടാ എന്താ എന്ത് നോക്കെ? കുഞ്ഞാക്കാക്ക് ബിരിയാണി വെക്കാൻ മാത്രമല്ല അറിയാം, അന്നെ പോലത്തെ ഞാനെന്താണ്ടല്ലോ അടിച്ച് നിലപ്പരത്തി ഞാൻ. ഇയാളെ പറഞ്ഞു വിടുക. എന്തൊരു കുഞ്ഞാക്ക, എന്തൊരു എന്റെ പൊന്നണ്ണ, നിങ്ങൾ നിർത്ത്. ഓ ചിലക്ക് നോക്ക്. ഇയാൾ പറഞ്ഞു വിട്. വന്നതിന്റെ അന്ന് തുടങ്ങിയതാണെങ്കിൽ பாருங்க அண்ணா, அங்கே போடாத சண்டை போடாம இங்கே வந்து சண்டை போடுறாங்க. പോട്ടത് കേട്ട് ഇങ്ങനെ പോട്ടത് കേട്ട്. അയാളെ തടയണ്ട, ഇങ്ങോട്ട് വിട്. അയാൾക്ക് കോഴിക്കോട് മലപ്പുറത്തും കിട്ടാത്ത നല്ല ഇടി ഇവിടുന്ന് പോകാൻ പറയാ. உன்னிக்குட்டா பேசாம இரு. குஞ்சிக்கா. കുഞ്ചിക്ക് ആരാ കുഞ്ചിക്കണ്? ജാണ്ടി കുഞ്ചിച്ചോനെ. ஓ, நீங்க உள்ள வாங்க, உள்ள வாங்க. என்ன ഞാൻ വരില്ല, എനിക്ക് ഈ ശീലമൊന്നുമില്ല എല്ലാ പേരെയും തെണ്ടി തിരിഞ്ഞടക്കണേ. இப்ப நான் சொல்றத கேளுங்க, நீங்க உள்ள போங்க. வாங்க வாங்க. நீங்க നിങ്ങളെ വീട്ടിലേക്കാണ് വിളിക്കണത്. നിക്കണ അതാ പോണാ? മാമാ, കമ്പനിയും ബില്ലിനും എടുക്കാത്ത ഐറ്റങ്ങളാണല്ലോ. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ കിടന്ന് ഇങ്ങനെ അടി ഉണ്ടാക്കാൻ പറ്റൂല. ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒന്നും തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വീണ്ടും അത് കയറി പറയണം. ശ്രീ വിളിച്ചോണം, വീണ്ടും അത് പോ. കയറി പോയി അകത്തോട്ട് നടക്കുന്നാല് வாங்க உள்ள. നമ്മള് വേറെ കുക്കിനെ നോക്കി വെച്ചോ. വരണം ഇരിക്കണം. ഇരിക്കാനും നിൽക്കാനും നേരം എനിക്ക് പോകണം. ഇരിക്കണം, അങ്ങോട്ട് ഇരിക്കണം. നേരൊക്കെ ഇരിക്കാൻ വയ്യെങ്കിൽ നിൽക്കട്ട്. ഇരുന്നിട്ട് ഇപ്പം എന്തിരി ഇരിക്കണം അങ്ങോട്ട്. മാമന്റെ സഹായികൾ രണ്ടുപേരും ഇങ്ങനെയാണെങ്കിൽ കട എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഞാൻ അങ്ങോട്ട് പോവാണ് മലപ്പുറത്തേക്ക്. എനിക്ക് കോഴിക്കോട് കാസർഗോഡ് നിന്നൊക്കെ വിളി തരുന്നുണ്ട്. അങ്ങ് ചെന്നാ മതി. ഇപ്പൊ അങ്ങ് വിളിച്ചോണ്ട് പോകും. തള്ളാൻ ഇയാളാക്കാൻ. എന്റെ പൊന്ന് ഉണ്ണിക്കുട്ട അണ്ണ, നിങ്ങളൊന്നും മിണ്ടായിരിക്കണുണ്ടോ? കുറെ നേരല്ല. ഇങ്ങനെ തന്നെയാണ് കേശോ, വെറുതെ വർത്താനം പറഞ്ഞു കൊടുക്കും. உங்களுக்கு ஒன்று தெரியுமா, இவங்க இப்படி எல்லாம் பேசுவாங்க. ஆனால் நம்ம கடையில் வேலையெல்லாம் முடிச்சுட்டு 2 பேருமா வாக் போவாங்க. എന്നിട്ട് டீ குடிச்சிட்டு தான் வருவாங்க. அதுக்கப்புறம் நம்ம கடையில் ஃப்ரெண்டில் உட்காந்து அரட்டை அடிப்பாங்க தெரியுமா சின்னண்ணா. എന്നിട്ട് ஜோக்கெல்லாம் சொல்லி சிரிப்பாங்க. ജോക്ക്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.